റിയലിസ്റ്റിക് ട്രാവലോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ കുടുംബം ഒരു അവധി 2 ദിവസം കിട്ടിയപ്പോൾ എവിടെയെങ്കിലും നല്ല ബാക്ക് വാട്ടർ അല്ലെങ്കിൽ വാട്ടർ ഫ്രണ്ടേജ് ഒക്കെ ഉള്ള ഒരു റിസോർട്ടിൽ പോയി 2 ദിവസം ഫാമിലി ആയിട്ട് താമസിക്കണം എന്നുള്ള ഒരു പ്ലാനോടെ ഇറങ്ങിയിട്ട് ഇപ്പം കുമ്പളങ്ങിയിൽ നിൽക്കുകയാണ്. കുമ്പളങ്ങിയിൽ നമ്മളൊരു ലാൽസ് ഹോം സ്റ്റേ എന്ന് പറഞ്ഞിടത്ത് നിൽക്കുകയാണ്. ഞാൻ മുമ്പൂടെ ഒന്ന് താമസിച്ചിട്ടുണ്ട്. താമസിച്ചുകൊണ്ടുള്ളതുകൊണ്ട് തന്നെയാണ് ഫാമിലിയും കൂട്ടി വന്നത്. അപ്പോൾ ഇവിടുത്തെ ഒരു വൈബ് അറിയാം. നല്ല സൈഡ് സീനിങ് ഉള്ള നല്ല കുമ്പളങ്ങിയിൽ നല്ല കായൽ കാഴ്ച കാണാവുന്ന ഒരു ഹോം സ്റ്റേയിൽ നിന്നു. സമയം 5:30 കഴിഞ്ഞ് സൺസെറ്റിന്റെ സമയത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് കുറച്ച് വെയിൽ കൂടുതലാണ്. എന്താ പറയാ, നല്ല രീതിയിലുള്ള ഒരു ബാക്ക് വാട്ടർ നമുക്ക് ഉള്ള ഒരു റിസോർട്ടോ എന്തെങ്കിലും നമുക്ക് കിട്ടണമെങ്കിൽ ആവറേജ് ഇപ്പോൾ ഒരു 7,000-8,000 രൂപ കൊടുത്താലേ തിരുവനന്തപുരത്തായിരുന്നാലും കൊല്ലത്ത്, ആലപ്പുഴ, പ്രത്യേകിച്ച് ആലപ്പുഴയിലൊക്കെ കിട്ടത്തുള്ളൂ. അപ്പൊ അതിങ്ങനെ ഞാൻ കുറെ ദിവസമായിട്ട് റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ഒരു ആഗ്രഹം തോന്നൂലേ, നല്ല ബാക്ക് വാട്ടർ സെറ്റപ്പ് ഉള്ള അത്യാവശ്യം പൂളൊക്കെ ഉള്ള ഒരു വില്ല മോഡൽ എടുത്ത് പോയിട്ട് 2 ദിവസം റിലാക്സ് ചെയ്ത് നിൽക്കുകയെന്ന്. പക്ഷെ അങ്ങനെ ഒരു റിസോർട്ട് നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കി നോക്കൂ, ഒരു 10,000 രൂപ കൊടുക്കാതെ കിട്ടത്തില്ല. അതുകൊണ്ട് ഞങ്ങളിങ്ങനെ കുമ്പളങ്ങിയിൽ ഫാമിലിക്ക് വന്ന് ഉച്ചയ്ക്ക് 12 മണിക്ക് ചെക്ക് ഇൻ ചെയ്ത് കുറേ നേരം കിടന്ന് ഉറങ്ങി റിലാക്സ് ചെയ്ത് ഇപ്പം സമയം 5:30 കഴിഞ്ഞ് നമ്മൾ പറഞ്ഞു വളരെ റിലാക്സ് മോഡിൽ നമ്മളിങ്ങനെ കുമ്പളങ്ങിയിലെ കാഴ്ചകൾ കണ്ട് ഈ റിസോർട്ടല്ല ഒരു ഹോം സ്റ്റേയുടെ അടുത്തിരിക്കുകയാണ്. നമ്മൾ ഇവരുടെ കാണിക്കാമെന്ന് വിചാരിച്ചു. എന്ത് പറയടാ അക്ഷത്തെ, എന്ത് അക്ഷയത്തിൻ്റെ ഒക്കെ ഭയങ്കര ലോങ്ങസ്റ്റ് ട്രിപ്പാണ് കേട്ടോ. അതായത് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് എറണാകുളത്ത് കുമ്പളങ്ങിയിലാണ്. കഴിഞ്ഞ വർഷം നമ്മൾ ആലപ്പുഴ വരെ വന്നു, ഇപ്പൊ കുറച്ച് എറണാകുളം വരെ ആയി. അങ്ങനെ ഇവരെ ട്രെയിൻ യാത്രകളിലെ ഏറ്റവും ലോങ് എന്താ പറയാ റൈഡായാലും യാത്രകളിലായിരുന്നു. അപ്പൊ നമ്മൾ രാവിലെ 9 മണിക്ക് എത്തിയ ഒരു യാത്രയാണ്. ജനശതാബ്ദിയിൽ വന്നിട്ട് ഫസ്റ്റ് വന്ന് നമ്മൾ പോയതെന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ടർ മെട്രോയിൽ പോയി. നമ്മുടെ രാജ്യത്തിലെ ഏക വാട്ടർ മെട്രോ. ഞാൻ ഒരുപാട് തവണ പോയിട്ടുണ്ട്. അപ്പൊ ഇവര് 3 പേരും പോയിട്ടില്ല. നല്ല AC ഉള്ള ഒരു വാട്ടർ മെട്രോ അല്ലേ. അങ്ങനെ വാട്ടർ മെട്രോയിൽ കുട്ടികൾക്ക് ഫ്രീ ആണെന്നുള്ള രീതിയിലാണ് പോയിക്കൊണ്ടിരുന്നത്. പക്ഷെ 2 വയസ്സിന് മുതിർന്ന കുട്ടികൾക്ക് എല്ലാം ടിക്കറ്റ് എടുക്കണം. എന്നാൽ അതിൽ 100 പേർക്ക് യാത്ര ചെയ്യാം. 100 പേർക്ക് സീറ്റിങ്ങും ഇല്ല. അപ്പം ആദ്യം കയറുന്ന 40 റേഞ്ചിന് ആൾക്കാർക്കാണ് സീറ്റിംഗ് ഉള്ളത്. അപ്പൊ ഇവരെല്ലാം കയറി ഓരോ സീറ്റിൽ ഇരുന്ന് അപ്പം എല്ലാവരും വന്ന് കുട്ടികളെ എഴുപ്പിച്ച് മടിയിലിരുത്തും എന്ന് പറയും. അപ്പം ബാക്കി കുട്ടികളുള്ള രക്ഷകർത്താക്കൾ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അവർ ഫുൾ ടിക്കറ്റ് എടുത്ത ആൾക്കാരാണ്. അപ്പൊ എല്ലാവർക്കും ഇരിക്കാനും പറ്റില്ല. അതിനാണ് ഫുൾ ടിക്കറ്റ് അല്ലെങ്കിൽ സീറ്റിംഗ് കപ്പാസിറ്റിയിൽ പോകാണ്ട് വരുന്നുണ്ട്. ചെറിയൊരു ഇത് ഫീൽ ആയിപ്പോയി. ഇത്രയും ചെറിയ കുട്ടികൾക്ക് വരെ അല്ലെങ്കിൽ 5 വയസ്സെങ്കിലും പരിധി വയ്ക്കാണ്ടായിരുന്നു. 2 വയസ്സിന് കാട്ടി മുതിർന്ന കുട്ടികൾക്കെല്ലാം ടിക്കറ്റ് എടുക്കണമായിരുന്നുണ്ട്. അല്ല അവർക്ക് പ്രോഫിറ്റ് ആക്കാനുള്ള ഒരു ഇതൊക്കെ ആയിരിക്കും. എന്നാലും അത് കുട്ടികളെ വെച്ചാക്കി എന്നുള്ളത് ഒരു സങ്കടപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. ബാക്കിയൊക്കെ വൈബൊക്കെ അടിപൊളിയല്ലേ. ഒരുപാട് ആയിരങ്ങൾ മുടക്കാതെ ഞങ്ങൾക്കിപ്പോൾ 400 രൂപ ആയിട്ടുള്ളൂ ഫോർട്ട് കൊച്ചിയിൽ പോയിട്ട് തിരിച്ചു വന്നതിന്. നമ്മളിപ്പം ഒരു പ്രൈവറ്റ് ബോട്ടിൽ പോയാൽ ഈ AC കാണത്തില്ല. അതിനൊരു കുറഞ്ഞതൊരു 800 രൂപ കൊടുക്കാതെ ഒരു പ്രൈവറ്റ് ബോട്ട് കിട്ടത്തില്ല. ഇപ്പം നമ്മളിവിടെ വന്നിട്ട് ഈ ഹോം സ്റ്റേയിൽ ആരുഷു അക്ഷത്തൊക്കെ ഊഞ്ഞാലൊക്കെ ആടിക്കൊണ്ടിരിക്കുകയാണ്. അല്ല അക്ഷത്തൊക്കെ കിടന്ന് വീഡിയോ എടുക്കണമെന്ന് അറിയണില്ല, ഡാൻസൊക്കെ കളിക്കണം. നമ്മൾ കുറെ നേരിട്ട് പോകുന്നുണ്ട്. All I want
കൊതുക്. അങ്ങനെ ഞങ്ങളെ ഉച്ച ഊണൊക്കെ കഴിഞ്ഞ് ഇവിടുത്തെ സൺസെറ്റ് ഒക്കെ കണ്ട് ഞങ്ങള് ബോച്ചയുടെ റിസോർട്ടൊക്കെ ഉള്ള കഴിഞ്ഞ കവര് കണ്ട ആ പ്രദേശത്തൊക്കെ പോയി അവിടെ പോയി ഒരു കട്ടൻ കാപ്പി കുടിച്ചല്ലേ ഹരീഷ? കട്ടൻ കാപ്പിയും കുറച്ച് സ്നാക്സ് ഒക്കെ അങ്ങനെ പോയിട്ട് സൂപ്പർ കട്ടൻ കാപ്പിയൊക്കെ കുടിച്ച് അവിടെ നിന്നൊരു തട്ട് കടയിൽ നിന്ന് നമ്മള് അപ്പോ ചിക്കൻ കറിയൊക്കെ മേടിച്ച് ഇവർക്ക് ഭയങ്കര ഇൻഫ്ലുവൻസ് ആണ് കേട്ടോ ഈ വീഡിയോ കണ്ട് വീഡിയോയിൽ പറയുന്നത് പോലെ സൂപ്പർ അങ്ങനെയൊക്കെ പറയല്ലേ പറ എന്തൊക്കെ കഴിച്ചു പറ. ചിക്കനും അപ്പോ അല്ലേ കഴിച്ചത് നമ്മള്? അപ്പം ചിക്കൻ കറിയും ചിക്കനും കഴിച്ച് ഇതൊക്കെ കഴിച്ചിട്ട് ഞങ്ങള് റൂമിൽ വന്ന് കുറച്ച് ഇവിടുത്തെ നമ്മളെ ഹോം സ്റ്റേയിലെ കുറച്ച് കാഴ്ചകളും കണ്ടിട്ട് എന്താ പറയാ ഇവിടുത്തെ കുറച്ച് ചീനവലയുടെ കാഴ്ചകളൊക്കെ കണ്ട് കായൽ കാറ്റൊക്കെ കൊണ്ട് പെട്ടെന്ന് റൂമിൽ കയറി ഇത് ബഡ്ജറ്റ് റൂമാണ് കേട്ടോ നമുക്ക് തോന്നുന്നത്. ചെറിയ റൂമാണ്, വലിയ സൈഡ് ടേബിൾ ഒന്നും ഇല്ല. പെർ ഹെഡ് 500 രൂപയുള്ളൂ, 2 പേർക്കും കൂടെ 1000 രൂപയുള്ളൂ. അപ്പം നമുക്ക് അടുത്ത രാവിലത്തെ കാഴ്ച നല്ല വൈബായിരിക്കും ഇവിടെ. രാവിലെ നല്ല വൈബായിരിക്കണം. ആ കാഴ്ചകളോടെ നമുക്ക് രാവിലത്തെ കാഴ്ച കണ്ടു തുടങ്ങാം. എന്നിട്ട് നാളെ ഉച്ചയ്ക്കാണ് നമ്മൾ തിരികെ പോകുന്നത്. നമ്മളെ ഇവിടുത്തെ ജൂഷ് ടൗണും മട്ടാഞ്ചേരി കുറച്ച് വൈബും കൂടെ കണ്ടിട്ട് തിരിച്ചു പോകാനുള്ള ഒരു പ്ലാനിലാണ്. അപ്പോൾ ഗുഡ് നൈറ്റ്. കുമ്പളങ്ങിയിൽ 2ാമത്തെ ദിവസമാണ് ഫാമിലി ട്രിപ്പില്. നമ്മുടെ ചെക്കൗട്ട് ആവാറായുണ്ട്, ചെക്കൗട്ടിങ് ടൈമായി. അപ്പോൾ നമ്മൾ രാവിലെ പോയി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ഫ്രഷപ്പ് ഒക്കെ ആയി. ഇനി കുറച്ചുകൂടിയൊക്കെ ഫോർട്ട് കൊച്ചി നമ്മുടെ ജൂയിഷ് ടൗണിൻ്റെയൊക്കെ കാഴ്ചകളൊക്കെ കണ്ട് തിരിച്ചു പോകാനുള്ള ഒരു ഉദ്ദേശത്തിലാണ് അല്ലേ? ഇവർക്കൂടെ ഭയങ്കര ഇഷ്ടപ്പെട്ട് നമ്മള് നൈസ് വൈബുള്ളൊരു ദിവസമായിരുന്നു. പോവാം. പോവാടാ ഋഷഭ, പോവാ. ഇങ്ങനെ വെച്ചിട്ട് അത് ഇങ്ങനെ ചേർത്ത് പിടിക്കണം. ഞങ്ങള് റൂമിൽ നിന്ന് ചെക്കൗട്ടായി, കുമ്പളങ്ങിലെ റൂമിൽ നിന്ന് ചെക്കൗട്ടായിട്ട് ഇപ്പൊ ജൂഷ് ടൗണിൽ വന്നിട്ടുണ്ട്. ഇനി തിരിച്ചൊരു മെട്രോ യാത്രയൊക്കെ ചെയ്ത് ഉച്ചയ്ക്ക് 3 മണിക്കുള്ള ട്രെയിൻ കയറി തിരികെ പോകാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. അതുകൊണ്ട് ക്യാമറ ഒന്നും പുറത്തെടുത്ത് വലിയ വീഡിയോസ് ഒന്നും എടുക്കാനുള്ള ഒരു ടൈമിംഗ് ഇല്ലായിരുന്നു. ഒരു റെയിൽ മെട്രോ വൈബും കൂടെ അറിയണമെന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഇവരെയും കൂട്ടി ഞങ്ങള് സൗത്ത് സ്റ്റേഷനിൽ നിന്ന് എടപ്പള്ളി വരെ യാത്ര ചെയ്തു. വളരെ മനോഹരമായിട്ടുള്ള ഒരു യാത്രയായിരുന്നു. നല്ല ഒരുപാട് എന്താ പറയുക, എല്ലാ റെയിൽ മെട്രോ, വാട്ടർ മെട്രോ, ബാക്ക് വാട്ടർ കാഴ്ചകളെല്ലാം കൂടി ഒരുമിച്ച് കാണാവുന്ന ഒരു യാത്രയായിരുന്നു. അല്ല, കുമ്പളങ്ങി എന്ന് പറയുന്നത് ഒരു കുഗ്രാമം പോലത്തെ ഗ്രാമത്തിൽ നിന്നും മെട്രോപൊളിറ്റൻ സിറ്റി പോലത്തുള്ള ടൗണിലെ കാഴ്ചകളും ഒരുമിച്ച് കാണാൻ കഴിഞ്ഞു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അടുത്തൊരു സീനിക് വ്യൂമായി കണ്ടുമുട്ടുന്നവരെ അരുൺ രാജ് സൈനിങ് ഓഫ്.